ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വിൻ്റർ സ്പെഷ്യൽ മെത്തിയെ ഗോട്ടയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വിൻ്ററിലൊക്കെ നല്ല അടിപൊളി മെത്തി ലീവ്സ് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളാണെങ്കിൽ ഗോട്ട ഉണ്ടാക്കാതെ എങ്ങനെ വിൻ്റർ കഴിയുന്നല്ലേ. അപ്പോൾ നമുക്കിന്ന് നല്ല അടിപൊളിയായിട്ട് പുറത്തൊക്കെ കിട്ടുന്ന രീതി നമുക്കാണെങ്കിൽ മേത്തിയുടെ ഗോട്ടയും പിന്നെ അതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ പുറത്ത് ഈ കടിയും കിട്ടും കേട്ടോ. അത് കടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു കറി ഇതിങ്ങനെ മുക്കി കഴിക്കാനുള്ളത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് അതും കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഫുൾ റെസിപ്പി കണ്ട് ഉണ്ടാക്കി നോക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് തന്നെ തീർച്ചയായിട്ടും അറിയിക്കണേ. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം നമുക്കാണെങ്കിൽ ഇതുപോലെ നമുക്ക് 1.5 ടീസ്പൂൺ ആണെങ്കിൽ മുഴുവൻ മല്ലി എടുക്കാം, 1.5 ടീസ്പൂൺ നമുക്കാണെങ്കിൽ കുരുമുളകും, ഇത് രണ്ടും കൂടെ ക്രഷ് ചെയ്തെടുക്കണം. മിക്സിയിലിടുവാണെങ്കിൽ ഒത്തിരി ഫൈനായിട്ട് പൊടിഞ്ഞു, അങ്ങനെ വേണ്ട. ഇതുപോലെ വേണം, കണ്ട ഇതുപോലെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ഉലുവായിൽ നമ്മൾ കഴുകി വാരി നന്നായിട്ട് കഴുകണം കേട്ടോ. ഒത്തിരി മണ്ണുണ്ട് ഇതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് 2-3 വെള്ളത്തിലേക്ക് നന്നായിട്ട് കഴുകിയതിന് ശേഷം ചെറുതായി അരിഞ്ഞെടുക്കുക. അതും നമുക്ക് ഇട്ട് കൊടുക്കണം. 150 ഗ്രാം ഞാൻ ഉലുവായിൽ എടുത്തിട്ടുണ്ട്. പിന്നെ 50 ഗ്രാമിനാണെങ്കിൽ മല്ലിയിലയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 7-8 പച്ചമുളക്, മക്കൾ എരിവ് കഴിക്കുന്നില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു 7-8 പച്ചമുളകും അരിഞ്ഞിട്ടിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് മുളക് പൊടി ഒന്നും ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എരിവാണ് കിട്ടുന്നത് നമുക്ക്. ഇനി നമുക്കാണെങ്കിൽ നമ്മൾ ക്രഷ് വെച്ചേക്കുന്നില്ലേ മുഴുവൻ മല്ലിയും കുരുമുളകും അതിട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 കപ്പ് നമുക്ക് റവ ഇട്ട് കൊടുക്കുക. റവ വറുത്തതോ വറുക്കാത്തതോ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ആണെങ്കിൽ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. 1 ടീസ്പൂൺ നമുക്ക് അരിമോദകം ഇട്ട് കൊടുക്കാം. പിന്നെ 300 ഗ്രാം ഞാൻ കടലമാവ് നന്നായിട്ട് ഇടഞ്ഞിട്ട് വേണേ എടുക്കാനായിട്ട്. അപ്പം നല്ല എയറി ആയിട്ട് നല്ല സ്പഞ്ചി ആയിട്ട് നമുക്ക് ഗോട്ട കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇടഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. 300 ഗ്രാം ഞാനാണെങ്കിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. പകുതി ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് ഇല അധികം തോന്നിയപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഇട്ട് കൊടുത്തു. അപ്പം ടോട്ടൽ എനിക്ക് 300 ഗ്രാം കടലമാവിൻ്റെ ആവശ്യം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു മീഡിയം തിക്ക് ബാറ്റർ നമുക്ക് റെഡിയാക്കിയെടുക്കും. ഒത്തിരി വെള്ളം ഒഴിക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ ഇനി ഉലുവായിലൊക്കെ ആണെങ്കിൽ ഉലുവായിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും, പിന്നെ മല്ലിയിലിട്ട് അതിനകത്ത് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒത്തിരി വെള്ളം ഒഴിക്കാൻ പാടില്ല. ലാസ്റ്റ് നമുക്ക് കുറവാന്ന് തോന്നുവാണെങ്കിൽ എന്നാൽ നമുക്ക് അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ റവയൊക്കെ ഇട്ടിട്ടില്ല. ഇപ്പോൾ റവയൊക്കെ വെറുക്കാൻ കുറച്ച് സമയം കൊടുക്കണം. നമുക്കൊരു 1/2 മണിക്കൂറത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അല്ലെങ്കിൽ സമയം അധികം ഇല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റത്തേക്കാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എന്നാലും ഒരു 15 മിനിറ്റെങ്കിലും വെക്കണേ. അതുവരത്തേക്ക് നമുക്ക് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാനായിട്ട് ഒരു കടി നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ 1/4 കപ്പ് ആണെങ്കിൽ കടലമാവ് ഇടഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ സിട്രിക് ആസിഡ് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. 2 ടേബിൾ സ്പൂൺ നമുക്ക് തൈര് വേണമെങ്കിൽ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ തൈരും ഇല്ലെങ്കിൽ ലാസ്റ്റ് 2 ടീസ്പൂൺ നമുക്ക് നാരങ്ങ നീരാണെങ്കിലും ഒഴിച്ചു കൊടുക്കാം അതിനകത്ത്. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പ് 2 ടീസ്പൂൺ പഞ്ചസാര ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരം ഇച്ചിരി അധികം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു 3 ടീസ്പൂൺ വരെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് മധുരം ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ 2 ടീസ്പൂണേ ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് 250 ml കപ്പിന് ആദ്യം നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്, അതിൻ്റെ പകുതിയെ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. ഒന്ന് മിക്സ് ആയതിന് ശേഷം ബാക്കി പകുതി വെള്ളം ഉള്ളൂ അതും അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇപ്പോൾ ഞാൻ 1 കപ്പേ വെള്ളം ഒഴിച്ചിട്ടേ ഉള്ളൂ. 1 കപ്പ് വെള്ളം നമുക്ക് പിന്നീട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതായത് മിക്സാക്കി നമുക്കിപ്പോൾ വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അത് നമുക്ക് 1 ടീസ്പൂൺ നമുക്ക് അതിനകത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മുഴുവൻ മല്ലിയും കൂടെ നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കണം. കടുകൊക്കെ പൊട്ടി കഴിയുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി. ഒരു പച്ചമുളക് നമുക്ക് ചെറുതായി അരിഞ്ഞത് അതും കൂടെ അതിനകത്ത് ആഡ് എടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമ്മളാണെങ്കിൽ കടലമാവ് ഇങ്ങനെ നമുക്ക് വെള്ളത്തിൽ കലക്കി വെച്ചേക്കുന്നില്ലേ, അതൊന്നും കൂടെ മിക്സാക്കി കൊടുക്കും. അതിന് ശേഷം വേണം അതിനകത്ത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ താഴെ പോയി കടലമാവൊക്കെ ഇരിപ്പുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കാണെങ്കിൽ അതുകൊണ്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ. അതേ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്കതും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടാണെങ്കിൽ ഒരു 5-6 മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഒത്തിരി കുറുകി ഇതായി പോകാൻ പാടില്ല. ഇച്ചിരി നമുക്കാണെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പിൻ്റെയൊക്കെ തിക്നെസ് ഇരിക്കത്തില്ലേ, സെയിം ആ പാകത്തിന് വേണം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതായത് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് 1 കപ്പും കൂടി വെള്ളം ഒഴിക്കാൻ ബാക്കിയില്ലേ, അപ്പോൾ അതും കൂടി ഞാൻ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ടോട്ടൽ നമ്മൾ 2 കപ്പ് വെള്ളം മുഴുവനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ഒരു 5-6 മിനിറ്റത്തിന് സമയം പിടിക്കത്തേ ഉള്ളൂ. അത്ര നേരം നമുക്ക് ഈ കടി റെഡിയായി കിട്ടും കേട്ടോ. ഇപ്പം നിങ്ങൾ നോക്കണേ, ഇതിനകത്ത് ഉപ്പൊക്കെ പാകത്തിനാണോ, മധുരമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനുള്ളതുണ്ടോ ഇല്ലയെന്നോ. നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ. ഉപ്പും കുറവാണെങ്കിൽ കുറച്ചും കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ടേസ്റ്റിനനുസരിച്ച് വേണം എല്ലാം കാര്യങ്ങളും ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചും കഴിയുമ്പോൾ ഇതിൻ്റെ കളർ ഇച്ചിരി കൂടി ഡാർക്ക് വരും കേട്ടോ. മഞ്ഞ കളറൊക്കെ ഒന്ന് ഇതും കൂടെ ദേഹം ഉണ്ടാകും. ഇപ്പോൾ കണ്ട ഭാഗത്ത് ഒരു 5 മിനിറ്റ് സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും മതി. ഇപ്പോൾ നമുക്ക് അടച്ചത് മാറ്റി വയ്ക്കാം കേട്ടോ. നമ്മൾ ഗോട്ടയൊക്കെ റെഡിയാക്കി എടുക്കത്തില്ലയോ, അതിന് ശേഷം നമുക്ക് തോന്നുന്നു തണുത്ത് പോയി അല്ലെങ്കിൽ ഒത്തിരി കട്ടയായി പോകുമെന്ന് തോന്നുവാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടോടെ വേണം സെർവ് ചെയ്യാനായിട്ട്. ഇങ്ങനെ അതുപോലെ ആവി വരുന്ന കൂട്ട് ചൂട് വേണം, എന്നാലേ കഴിക്കാൻ ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ബാറ്റർ റെഡിയാക്കി വെച്ചാൽ കണ്ടോ എത്ര തിക്കായിരിക്കുക. അപ്പോൾ ഇത്രയും തിക്നെസ് വേണ്ട കേട്ടോ, അല്ലെങ്കിൽ ഒത്തിരി ഹാർഡായി പോയാൽ ഭയങ്കര കഴിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ.
അപ്പോൾ അത്രയും വേണ്ട. നമുക്കൊരു 1-2 ടേബിൾ സ്പൂൺ കൂടെ വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിനകത്താണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എണ്ണ ഒരു സൈഡ് ഞാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. തിളച്ച എണ്ണ നമുക്ക് തവിയും കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സ്പൂൺ കൊണ്ട് തന്നെ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഒരു ഡയറക്ഷൻ തന്നെ വേണം മിക്സാക്കി കൊടുക്കാൻ. തിരിച്ചും മറിച്ചും ഇട്ട് മിക്സാക്കാൻ പാടില്ല. സോഡാപ്പൊടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡയറക്ഷൻ തന്നെ മിക്സാക്കാവുള്ളൂ. തിരിച്ചും മറിച്ചും മിക്സാക്കല്ലേ. ഏത് സാധനമാണെങ്കിലും കേക്കിൻ്റെ ബാറ്റർ ആണെങ്കിലും അല്ല നമ്മൾ ഏത് സാധനം ഉണ്ടാക്കുവാണെങ്കിലും അങ്ങനെ ചെയ്യാവുള്ളൂ. അപ്പോൾ ഇത് എണ്ണ ആദ്യം ഒഴിച്ചു. ഇത് എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന പറഞ്ഞാൽ നല്ല സ്പഞ്ചി ആയിട്ട് കിട്ടാൻ, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് എണ്ണ തിളച്ച എണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം ഇത് മിക്സായി കഴിയുമ്പോൾ ഇനി നമുക്ക് ഒരു തവി എണ്ണയും കൂടെ ഇതിനകത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. കണ്ടാൽ തന്നെ അറിയാൻ പറ്റും എത്ര ചൂടാകുന്ന എണ്ണ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് എപ്പോഴും സ്പൂണും കൊണ്ടേ ഇളക്കി കൊടുക്കാവുള്ളൂ, കൈ ഇടാൻ പാടില്ല അതിനകത്ത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ നിങ്ങൾക്ക് ഫ്ലഫി ആയി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബാറ്റർ. ഞാനാണെങ്കിൽ എപ്പോഴും ഗോട്ട അങ്ങനെ എണ്ണയ്ക്കകത്തോട്ട് ഇടുമ്പോൾ കൈ കൊണ്ട് അങ്ങനെ കോരി ഇടുന്നത് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ ഇതേ സ്പൂണും കൊണ്ട് തന്നെ നമുക്ക് കോരി ഇട്ട് കൊടുത്താൽ മതി, ഒരു കുഴപ്പമില്ല. ഞാനിങ്ങനെ ഇട്ട് ശീലമുള്ളതുകൊണ്ട് ഞാനിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഇടുന്നത്. പക്ഷേ ഇങ്ങനെ ഇടുവാണെങ്കിൽ സൂക്ഷിക്കണം, അറിയാത്തവർ ഇങ്ങനെ ഇടാൻ പാടില്ല. കയ്യിലൊക്കെ എണ്ണ തെറിക്കാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. പിന്നെ നമ്മൾ ഒത്തിരി അങ്ങ് നിറയ്ക്കാൻ പാടില്ല, അതിന് വീർക്കാനുള്ള സ്ഥലവും കൊടുക്കണം. അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റി ഇട്ടിട്ട് ഇങ്ങനെ നമ്മൾ വറുത്ത് വരുമ്പോൾ ആണെങ്കിൽ തന്നെത്താൻ തിരിഞ്ഞ് വീഴും കേട്ടോ. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്ത് കോരി എടുക്കാനായിട്ട്. ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ചെയ്യുവാണെങ്കിൽ പുറമേ നല്ല കളർ വരും, ഉള്ളി പച്ചയായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ടൊരു ഗോൾഡൻ കളറായി വരുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസും റെസിപ്പീസും എങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യാൻ മറന്നു. അങ്ങനെ നമ്മുടെ ഒരു ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബാച്ചും കൂടെ ഇതുപോലെ തന്നെ ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ട് ചൂടോടെ കൂടെ വേണം സെർവ് ചെയ്യാനായിട്ട്. കുറച്ച് പച്ചമുളകും കൂടി ഞാൻ എണ്ണയ്ക്കകത്തിട്ട് വറുത്ത് കോരി എടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു സവാളയും കൂടെ നീളനെ അരിഞ്ഞ് അതും കൂടെ, പിന്നെ നമ്മൾ കടി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതും കൂടെ. ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ കഴിക്കാനായിട്ട്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് വീട്ടുകാർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോസ് പിന്നെ കാണാനും താല്പര്യമുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ എന്നെ അറിയിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ അതേ കാണുന്നത് സെക്കൻഡ് ബാച്ച് നമുക്ക് ഒരു സൈഡായി കഴിഞ്ഞപ്പം മറിച്ചിട്ട് ഞാൻ മറ്റേ സൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ചും മറിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടി ക്രിസ്പി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എണ്ണ 1-2 മിനിറ്റ് ഒന്നും കൂടെ നന്നായി ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നും കൂടെ വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയിക്കണേ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.